Greetings to you in the precious name of our Lord and Savior Jesus Christ. Once again, I am thankful, Lord, for giving me the opportunity to teach the Word of God. ഇന്ന് രാത്രിയുടെ വേളയിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. We are coming back. This is Pastor Sunny K. Thomas from Chamanur signing on. Last week we were discussing about the second chapter 2 of Revelation, verses 3 to 7. Today I am going to read some verses from chapter 2, verse 8 to 11, the message to the Smyrna church. സ്മിർനയിലെ സഭയുടെ ദൂതന് എഴുതുക. ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത് ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ നരമാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിനക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഇതാണ് സ്മിർന സഭയോടുള്ള ദൂതം. ഇതിൽ പ്രധാനമായി ഞാൻ ആരംഭത്തിൽ ഓർമ്മിച്ചതുപോലെ യേശു കർത്താവ് നേരിട്ട് വെളിപ്പെട്ട് ദൈവസഭകളോട് സംസാരിക്കുക. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്മിർന സഭയുടെ ദൂതൻ എഴുതുക. ഒരു ഇൻട്രൊഡക്ഷനും ഇല്ല. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത് ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു. ചർച്ച് പീരീഡ്സ് എന്നൊരു പീരീഡുണ്ട്. എഫേസോസ് ചർച്ച് പീരീഡ് AD 33 to 125. AD 125 മുതൽ 325 കാലഘട്ടം വരെയുള്ള ദൈവസഭയാണ് സ്മിർന സഭ. അഥവാ the most persecuted church in the history. Most persecuted church in the history. The word Smyrna means bitterness, കയ്പ്, കഷ്ടത എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അല്പം കൂടെ പറയുകയാണെങ്കിൽ നീറോ ചക്രവർത്തി മുതൽ AD 325 മുമ്പ് ഉള്ള 10 റോമൻ ഭരണാധികാരികളുടെ പീഡന കാലഘട്ടത്തിലുള്ള ദൈവസഭയാണ് സ്മിർന സഭയെക്കുറിച്ച് ചിന്തിച്ച് പഠിക്കുവാൻ കഴിയുന്നത്. ഒരിക്കലും കൂടെ പറയട്ടെ, നീറോ ചക്രവർത്തി മുതൽ 10 പീഡകൾ ദൈവസഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 323 റോമൻ എംപറർ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയാകുന്നത് വരെയുള്ള കാലഘട്ടം
വരെ ഉള്ള പീരീഡാണ് സ്മിർന ചർച്ചിന്റെ പീരീഡ്. ഇവിടെ യേശു പറയുന്നു, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത് ആദ്യനും അന്ത്യനുമായവൻ അരുളിച്ചെയ്യുന്നു. I was dead and again alive, the first and the last is speaking. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. These things says the first and the last, which was dead and is alive. And unto the angel of the church in Smyrna write, these things says the first and the last, which was dead and is alive. സ്മിർന സഭയുടെ ദൂതന് എഴുതുന്നത്, ആദ്യനും അന്ത്യനുമായവൻ, ഞാൻ മരിച്ചവനായിരുന്നു, ദാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കർത്താവായ യേശു മിശിഹ ഡയറക്റ്റ് ആയിട്ട് ദൈവസഭയോട് സംസാരിക്കുന്നു. എന്ന് പറയുമ്പോൾ എല്ലാ സഭകൾക്കും ദൂത് പറയുന്നത് യേശു കർത്താവാണ്. നേരിട്ട് ദൈവസഭകളോട് ഇടപെടുകയാണ്. ഇവിടെ പറഞ്ഞു, സ്മിർന ഈസ് ദ മോസ്റ്റ് persecuted church in the early Christian period. അതിന്റെ പീരീഡ് പറയുമ്പോൾ ഫ്രം നീറോ ഇത് എംപറർ, നീറോ ഇത് എംപറർ, ടു ദ ഡയക്ലീഷ്യൻ ദ ലാസ്റ്റ് എംപറർ ഓഫ് ദി റോമൻ പീരീഡ്. റോമൻ ചക്രവർത്തിമാരാൽ നീറോ മുതൽ ആരംഭിച്ച് ഡയക്ലീഷ്യനിൽ അവസാനിക്കുന്ന 10 പീഡകളുടെ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ദൈവസഭയാണ് സ്മിർന എന്ന് പറയുന്ന ദൈവസഭ. അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത്, ബിഷപ്പ് പോളികാർപ്പ് വാസ് ദി ബിഷപ്പ് ഓഫ് ദ ചർച്ച്. പോളികാർപ്പ് എന്ന് പറഞ്ഞ ഒരു ബിഷപ്പാണ് സ്മിർന സഭയുടെ ബിഷപ്പായിരുന്നതെന്നും ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് വായിപ്പാനും കഴിയുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, എഫേസോസ് സഭയുടെ കാലഘട്ടം AD 120 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന അപ്പോസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്പം കൂടെ പറഞ്ഞാൽ ദി അപ്പോസ്റ്റോലിക് ചർച്ച് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന സഭയുടെ കാലഘട്ടമാണ് ഇത് എഫേസോസ് ചർച്ച് പീരീഡ്. AD 120 വരെ. യോഹന്നാന് നിയർലി 100 AD യോഹന്നാൻ മരിക്കുന്നത്, ദൈവസേനയിൽ വിശ്രമിക്കുന്നത്. അതുവരെയുള്ള കാലഘട്ടം 120 AD വരെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായ അപ്പോസ്റ്റോലിക് ചർച്ച് ആണ് ദി എഫേസോസ് ചർച്ചിന്റെ പീരീഡ്. അത് കഴിഞ്ഞ് ഉള്ള സെക്കൻഡ് ചർച്ച്, ദ ചർച്ച് അറ്റ് സ്മിർന, ദാറ്റ് ചർച്ചിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഫ്രം AD 120 to 325 up to the Nicaea Council of the Church. Nicaea Council വരെയുള്ള AD 325 വരെയുള്ള ദൈവസഭയുടെ കാലഘട്ടമാണ് സ്മിർന എന്ന് പറയുന്ന ദൈവസഭയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇവിടെ കർത്താവ് പറയുന്നു, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത് ഞാൻ ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്തത്. These things says the first and the last, and was dead and it is alive. നിന്നേക്കും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനുമായിരുന്ന ആദ്യനും അന്ത്യനുമായ
യേശു കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ യേശു പറയുന്നു, ഐ നോ യുവർ വർക്ക്സ് ആൻഡ് യുവർ പോവർട്ടി. ഇങ്ങനെയാണ് പറയുന്നത്, ഐ നോ യുവർ വർക്ക്സ് ആൻഡ് യുവർ പോവർട്ടി, then ബ്രാക്കറ്റിൽ you are rich in doctrines. You are rich in doctrines. Whether the church was going under poverty, Jesus Christ is telling that you are rich in the spiritual things. ദൈവസഭ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നുവെങ്കിലും കർത്താവായ യേശു മിശിഹ പറയുന്നു, നീ ധനവാനാകുന്നതാനും. Whether the church was going under great poverty and suffering, they were rich in their doctrines. 7 സഭകൾക്ക് കർത്താവിന്റെ ആത്മാവ് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 7 സഭകളിലും ഒരു ഡീമെറിറ്റ്സും പറയാത്ത ഒരു സഭയുള്ളത് സ്മർന്നായിലെ സഭയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതി അറിയിക്കുന്നുണ്ട്. ഈ 7 സഭകളിലും ഒരു ഡീമെറിറ്റ്സും പറയാനില്ലാത്ത തികഞ്ഞതായ ഒരു സഭയാണ് സ്മർന്നായിലെ സഭ. അവരെ കുറിച്ച് ഒരു ഡീമെറിറ്റ്സും കർത്താവിന് പറയാനില്ല. എഫെസോസ് ചർച്ചിനെ കുറിച്ച് ഡീമെറിറ്റ്സ് പറയാനുണ്ടായിരുന്നു, മെറിറ്റ്സും എടുത്തു പറയാനുണ്ടായിരുന്നു. പക്ഷേ സ്മർന്ന സഭയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് ഒരു ഡീമെറിറ്റും പറയാനില്ല, ഒരു ദോഷവശങ്ങളും അവരെ കുറിച്ച് പറയാനില്ല. അവരെ കുറിച്ച് പറയുന്നത്, യു വെയർ ഗോയിങ് അണ്ടർ പോവർട്ടി ഈവൻ ദോ യു ആർ റിച്ച് ഇൻ സ്പിരിച്വൽ ലൈഫ്. അവർ ദരിദ്രരായിരുന്നു, കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞേച്ച് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു, യു ആർ റിച്ച് ഇൻ സ്പിരിറ്റ്. അപ്പോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ദൈവസഭയുടെ ആരംഭ കാലഘട്ടത്തിൽ 10 പീഡകൾ ആദ്യകാല സഭയ്ക്കുണ്ടായി. ആ 10 പീഡകളും സംഭവിച്ചിരിക്കുന്നത് സ്മർന്ന എന്ന് പറയുന്ന സഭയുടെ കാലയളവിലാണ്. 10 പീഡകളും സംഭവിച്ചിരിക്കുന്നത് സ്മർന്ന സഭയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ കഷ്ടതയും നിന്റെ ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. ഐ നോ യുവർ വർക്ക്സ്, I know your sufferings. I know your poverty. But there is a bracket and it is telling that, but you are rich in the spiritual life. ഒരിക്കൽ കൂടെ പറയട്ടെ, 7 സഭകൾക്ക് ദൂത് എഴുതി യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോ ഈ ഒരു സഭയോട് മാത്രം ഒരു ഡീമെറിറ്റും പറഞ്ഞിട്ടില്ല. There is only merits to this church. അവരോട് പറയുകയാണ്, തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ലാത്ത സാത്താന്റെ പള്ളിക്കാരെ നീ തിരിച്ചറിഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോ ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സിനഗോഗ് ഓഫ് സൈറ്റാൻ. സാത്താന്റെ പള്ളിക്കാരെന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് സിനഗോഗ് ഓഫ് സൈറ്റാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ അത് കൊടുത്തിരിക്കുന്നത് സാത്താന്റെ പള്ളിക്കാരെന്നാണ്. ഐ നോ the blasphemy of them which say they are Jews and are not, but are
ദി സിനഗോഗ് ഓഫ് സൈറ്റാൻ. സാത്താന്റെ പള്ളിക്കാര് എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നു ദേ ആർ ഫ്രം ദ സിനഗോഗ് ഓഫ് സൈറ്റാൻ. സിനഗോഗ് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ. സിനഗോഗ് യഹൂദന്മാർ ദേവാലയം അവർക്ക് യെരുശലേമിൽ മാത്രമേ ഉള്ളൂ. യഹൂദൻ ഒരൊറ്റ ദേവാലയമേ ഉള്ളൂ. അത് യെരുശലേം ദേവാലയമായിരുന്നു. അത് ശലോമോനാൽ വഴികരിക്കപ്പെട്ട പഴയ ദേവാലയം ഇരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ദേവാലയം. ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ there is no Jerusalem temple. Jerusalem temple ഇല്ല. AD 70 Titus the emperor of Rome, he has completely destroyed the temple of Jerusalem. ജെറുസലേം ടെമ്പിൾ AD 70 യഹൂദന്മാരുടെ ദേവാലയം റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തൂസ് കൈസർ AD 70 പൂർണ്ണമായി നശിപ്പിച്ചു. അതിനുശേഷം യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയി. ആ ഒരു കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഭയങ്കരമായി പീഡയുണ്ടായി. AD 70 ശേഷം ആരംഭകാല ദൈവസഭയ്ക്ക് 10 പീഡകൾ റോമൻ ഭരണാധികാരികളാൽ ഉണ്ടായി. അതുകൊണ്ടാണ് യഹൂദന്മാരാണെന്ന് പറഞ്ഞ് യഹൂദന്മാരല്ലാത്തവരായി സാത്താന്റെ സിനഗോഗിൽ നിന്ന് പ്രവേശിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനം, അവരുടെ ബ്ലാസ്ഫമി, ദൂഷണം ഞാൻ അറിയുന്നു. യേശു അവരെ കുറിച്ച് പറയുകയാണ്, I know the blasphemy of the people which say that they are Jews, but they are not. They are from the synagogue of Satan. സാത്താന്റെ സിനഗോഗിൽ നിന്ന് വന്നിരിക്കുന്നവരായ യഹൂദന്മാരാണെന്ന് പേര് പറയുന്ന യഹൂദന്മാരല്ലാത്തവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. അപ്പൊ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു, സ്മിർന, ചർച്ച് ഓഫ് സ്മിർന ഈസ് കോൾഡ് ദ സഫറിംഗ് ചർച്ച്, കഷ്ടമനുഭവിക്കുന്ന സഭ, ഓർ ദ പെർസിക്യൂട്ടഡ് ചർച്ച്. The first early church is persecuted very much. Roman governors, Roman emperors, they were persecuted in the early church very much. ആ കാലഘട്ടത്തിലാണ് എല്ലാ അപ്പോസ്തലന്മാരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. AD 120 മുതൽ അന്ന് നിലനിന്നിരുന്ന ദൈവസഭയ്ക്കകത്ത് വലിയ പീഡകൾ നേരിട്ടു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളിൽ ചിലരെ സാത്താൻ തടവിലാക്കാൻ പോകുന്നു. പള്ളിക്കാരുടെ ദോഷം ഞാൻ അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളിൽ ചിലരെ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിങ്ങൾക്ക് സഹിപ്പാനുള്ളത് നിങ്ങൾ പേടിക്കണ്ട. എന്നുവെച്ചാൽ അവരോട് പറയുന്നു, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. എന്നുവെച്ച് പറയുകയാണ്, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു, നീറോ ചക്രവർത്തി മുതൽ, ഫ്രം ദി നീറോ the emperor of Rome till Diocletian in 311 AD, there were 10 great tribulations or persecutions which undergo to the church. നീറോയുടെ കാലഘട്ടം മുതൽ AD 311 ഡയക്ലീഷ്യന്റെ ഭരണം അവസാനിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ
ദൈവസഭയ്ക്ക് 10 പീഡകളുണ്ടായി. അതിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങളിൽ ചിലരെ സാത്താൻ തടവിലാക്കാൻ പോകുന്നു എന്നുവെച്ച് പറഞ്ഞു. നിങ്ങൾക്ക് 10 ദിവസം ഉപദ്രവം ഉണ്ടാകും. 10 ദിവസം ഉപദ്രവം ഉണ്ടാവും എന്ന് പറയുമ്പോ ദൈവസഭ നേരിടാൻ പോകുന്ന വലിയ 10 പീഡകളെ കുറിച്ച് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുക. To the church at Smyrna, Jesus Christ is speaking them directly that you will have 10 days persecutions. നിങ്ങൾക്ക് 10 ദിവസം പീഡയുണ്ടാകും എന്നുവെച്ചാൽ അവരോട് പറയുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിങ്ങൾക്ക് തരും. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാനിൽ കൂടെ പറയുകയാണ്, യു വിൽ ഹാവ് 10 days great tribulation or persecution. 10 ദിവസം നിങ്ങൾക്ക് പീഡയുണ്ടാകും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 10 days you will have persecutions. എന്നാൽ ദൈവസഭയ്ക്ക് നീറോ ചക്രവർത്തി മുതൽ ഡയക്ലീഷ്യൻ 311 തന്റെ ഭരണകാലം അവസാനിക്കുന്നത് വരെ ആദ്യകാല ദൈവസഭ 10 മഹാപീഡകളിൽ കൂടെ കടന്നുപോയി. അതിനാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യു വിൽ ഹാവ് 10 days persecution. 10 ദിവസം നിനക്ക് വലിയ പീഡയുണ്ടാകും. എന്നുവെച്ചാൽ അവരോട് പറയുന്നു, ബി ഫെയ്ത്ത്ഫുൾ until death and I shall give you the crown of life. ശ്രദ്ധിക്കുക, 10 ദിവസം നിനക്ക് പീഡയുണ്ടാകും. Even though you shall go through the persecutions, be faithful unto death and I shall give you, or I shall reward you, the crown of life. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവസഭയോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ഒരൊറ്റ കാര്യമാണ്, യു വിൽ ഹാവ് 10 days great persecutions, but you have to be faithful until death, then I shall reward you with the crown of life. ഈ 10 ദിവസത്തെ വലിയ പീഡകൾ നിങ്ങൾക്കുണ്ടാകും. എങ്കിലും ആ ദൈവസഭയോട് കർത്താവ് പറയുന്നു, നിങ്ങൾ മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ നിങ്ങൾക്ക് ജീവന്റെ കിരീടം നൽകും. അപ്പൊ ഞാൻ ഓർപ്പിക്കട്ടെ, നീറോ ചക്രവർത്തി മുതൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം വരെ 1 മുതൽ 10 ദിവസത്തെ പീഡ ആ കാലത്തെ ദൈവസഭയ്ക്കുണ്ടായി. 10 great persecutions happened until the 325 AD. 313 AD വരെയുള്ള കാലഘട്ടത്തിൽ ദൈവസഭ ഭയങ്കരമായ പീഡകളിൽ കൂടെ കടന്നുപോയ സമയമാണ്. ആ കാലഘട്ടത്തിലുള്ള ദൈവസഭയോടാണ് സ്മിർന സഭയിൽ കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് 10 ദിവസം പീഡയുണ്ടാകും. നിങ്ങളെ ചിലരെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് സാത്താൻ നിങ്ങളെ തടവിലാക്കുവാൻ പോകുന്നു. നിങ്ങൾക്ക് 10 ദിവസം പീഡയുണ്ടാകും. എന്നുവെച്ചാൽ അവരോട് പറയുന്നു, ബി ഫെയ്ത്ത്ഫുൾ until death, then I shall reward you
is the crown of life. ജീവന്റെ കിരീടം കഷ്ടത അനുഭവിക്കുന്നവർക്കായി കർത്താവ് നൽകും എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, സാത്താന്റെ പള്ളിക്കാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, സിനഗോഗ് ഓഫ് സൈറ്റാൻ, സിനഗോഗ് ഓഫ് സൈറ്റാൻ, സാത്താന്റെ പള്ളിക്കാരെന്നാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് some Jews entered into the church and they have been instructing the Jewish believers to follow the Mosaic law. യഹൂദന്മാരായവർ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് അന്നത്തെ കാലത്തെ ദൈവസഭയിൽ അവർ ഉപദേശിച്ചുകൊണ്ടിരുന്നു. ഇവിടെ പറയുന്നത് യഹൂദന്മാര് എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും അവർ യഹൂദരല്ല. സാത്താന്റെ പള്ളിക്കാരുടെ ദൂഷണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ദൈവസഭ അനുഭവിച്ച ഏറ്റവും വലിയ ദൂഷണം, ബ്ലാസ്ഫമി എന്ന് പറയുന്നത്, the people, those who are entered from the synagogue of Satan, they instructed the believers to follow the Mosaic law, to follow the circumcision or other rituals in Jewish religion. യഹൂദന്മാരല്ലാത്തവരായ ചിലർ യഹൂദന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നിലനിന്നിരുന്ന ദൈവസഭയിൽ എടുക്കേണ്ടതല്ലാത്തതായ മോശയുടെ ന്യായപ്രമാണത്തെ പിൻപറ്റുവാൻ ദൈവസഭയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാരെല്ലാവരും യഹൂദന്മാരാൽ കൊല്ലപ്പെട്ടവരാണ്. ഏതാണ്ട് 90% ആൾക്കാർ. അപ്പോസ്തൽ തോമസ് കെയിം ടു ഇന്ത്യ, അദ്ദേഹം ഇന്ത്യയിൽ വെച്ച് മരിച്ചു. യോഹന്നാൻ അപ്പോസ്തലനെ യഹൂദന്മാർ പിടിച്ചു. അവര് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ തിളച്ചെണ്ണയിലിട്ട് നോക്കി. എന്നാൽ യോഹന്നാൻ മരിച്ചില്ല. അതുകൊണ്ട് യോഹന്നാൻ മരിക്കുന്നത് വരെ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുകയായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, പൗലോസ് അപ്പോസ്തലൻ പൗലോസിനെ അറസ്റ്റ് ചെയ്താരാണ്? റോമൻ പടയാളികളാണെങ്കിലും the accusers were the Jews. യഹൂദന്മാരായിരുന്നു പൗലോസിനെതിരായി കുറ്റാരോപണം നടത്തിയത്. അപ്പോസ്തലൻ പത്രോസ്, അപ്പോസ്തലൻ യാക്കോബ്, ഫിലിപ്പോസ്, എല്ലാ ശിഷ്യന്മാർക്കും അതാത് സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപിതർ യഹൂദന്മാരായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 22 മുതൽ 27 വരെയുള്ള 5 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അപ്പോസ്തല പൗലോസിനെ കൊല്ലുന്നത് വരെ ഏതാണ്ട് 40 പേരടങ്ങുന്ന ഒരു സംഘം ഒന്നും ഭക്ഷിക്കില്ലെന്ന് തീരുമാനമെടുത്തു. അതറിഞ്ഞിട്ട് ഫെലിക്സിന്റെ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലനെ സഹസ്രാധിപൻ നേരിട്ടെന്ന് അറസ്റ്റ് ചെയ്തു. ഫെലിക്സിന്റെ അടുത്ത് ചെന്ന അപ്പോസ്തലൻ പൗലോസിനെ ചോദ്യം ചെയ്യുന്നു. ഫെലിക്സ് എന്ത് ചെയ്തു? ഫെസ്തോസിന്
പൗലോസ് അപ്പോസ്തലനെ വിട്ടുകൊടുത്തു. ക്രിസ്തോസിന് മുമ്പിൽ അപ്പോസ്തലൻ പൗലോസിനെ വിസ്തരിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് റോമിൽ കൈസറുടെ മുമ്പിൽ എന്റെ കുറ്റം തെളിയിക്കണം. അങ്ങനെ റോമൻ കൈസറുടെ മുൻപാകെ അപ്പോസ്തലൻ പൗലോസിനെ വിധിപ്പാൻ ഏൽപ്പിച്ചു, ന്യായവിധി സംഘം ഏൽപ്പിച്ചു കൊടുത്തു. അഗ്രിപ്പ രാജാവിന് മുമ്പിൽ, അതുപോലെ റോമൻ കൈസർ, ഇവരുടെയൊക്കെ മുമ്പിൽ യഹൂദന്മാർ ഇവർക്ക് മുകളിൽ കുറ്റം ആരോപിച്ച് ഇവർ ന്യായപ്രമാണത്തെയും ദൈവത്തിന്റെ ആലയത്തെയും ദൂഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചിന്തിക്കുമ്പോ ആരംഭകാല അപ്പോസ്തലന്മാരെ എല്ലാം കുറ്റം ആരോപിച്ചത് യഹൂദന്മാരാണ് എന്ന് പറഞ്ഞതുപോലെ യഹൂദന്മാർ ചിതറിപ്പോയി കഴിഞ്ഞപ്പോ റോമൻ ചക്രവർത്തിമാർ, the emperors of Rome, they began to persecute the early church. ആ പെർസിക്യൂഷനിൽ കൂടെ കടന്നുപോയ സഭയാണ് ദ ചർച്ച് അറ്റ് സ്മിർന. ആ പെർസിക്യൂഷനിൽ കൂടെ കടന്നുപോയ സഭയാണ് ദ ചർച്ച് അറ്റ് സ്മിർന. That means Smyrna means, the word itself means, it is an Arabic word, mur, M-U-R-R. In English meaning bitterness, കയ്പ് എന്നാണ് മലയാളത്തിൽ പറയുന്ന വാക്ക്. ഓർ വേറൊരു മീനിങ് കൊടുത്തിട്ടുണ്ട്, ദ സഫറിംഗ് ഗ്രൂപ്പ്, കഷ്ടം അനുഭവിക്കുന്ന ഗ്രൂപ്പ്. അപ്പോ സ്മിർന സഭ വളരെ കഷ്ടമനുഭവിച്ച 10 പീഡകളിൽ കൂടെ കടന്നുപോയ സ്മിർന സഭ 10 ദിവസം നിങ്ങൾക്ക് പീഡയുണ്ടാകുമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തു വെളിപ്പെട്ട് ആ ദൈവസഭയോട് പറയുക. യു വിൽ ഹാവ് 10 days പെർസിക്യൂഷൻ. സാത്താൻ നിങ്ങളിൽ ചിലരെ തടവിലാക്കും. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങളിൽ ചിലരെ സാത്താൻ തടവിലാക്കുമെന്നും എന്നുവെച്ച് അവരോട് പറയുന്നു, യു വിൽ ഹാവ് 10 days പെർസിക്യൂഷൻ. ഇതും പറഞ്ഞേച്ച് അവരോട് പറയുകയാണ്, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്, ഐ ഷാൽ റിവാർഡ് യു വിത്ത് എ ക്രൗൺ ഓഫ് ലൈഫ്. പീഡനത്തിൽ കൂടെ കടന്നുപോയ ദൈവസഭയെ ഒരു കുറ്റാരോപണവും കർത്താവിന്റെ ആത്മാവ് നടത്തുന്നില്ല. ഒരു കുറ്റാരോപണവും. There is no demerits to the church at Smyrna because they were going great persecutions under the Roman government. Jesus Christ, whom the first and the last, യേശു പറയുന്നു, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ദ ബിഗിനിങ് ആൻഡ് ദ എൻഡിങ്. ആ കർത്താവ് പറയുന്നു, 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നു, ഐ ആം ആൽഫ ആൻഡ് ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദ എൻഡിങ്. ഇവിടെയും പറയുന്നത്, ദീസ് തിങ്സ് സേസ് ബൈ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വാസ് ഡെഡ് ആൻഡ് അലൈവ്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനുമായ ആദ്യനും അന്ത്യനുമായ യേശു കർത്താവ് അരുളി ചെയ്യുന്നുവെന്നാ പറയുന്നത്. എന്നുവെച്ചാണ് അവരോട് പറഞ്ഞത്, യു വിൽ ഹാവ് 10 days പെർസിക്യൂഷൻ. യു വിൽ ഹാവ് 10 days പെർസിക്യൂഷൻ. Satan is going to arrest some of you. നിങ്ങളിൽ ചിലരെ അവൻ തടവിലാക്കും. ആൻഡ് യു വിൽ ഹാവ് 10 days പെർസിക്യൂഷൻ. 10 ദിവസം നിങ്ങൾക്ക് പീഡയുണ്ടാകും. എന്നുവെച്ചാൽ ദൈവസഭയോട് പറയുക, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, നിനക്ക് ജീവന്റെ കിരീടം ലഭിക്കും. ശ്രദ്ധിക്കണേ, ആദ്യത്തെ സഭയോട്, എഫേസോ സഭയോട് ദൂത് പറഞ്ഞേച്ച്
അവസാനിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞു, ആ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ പറയുകയാണ്, ജയിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാനം കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 10 ദിവസം പീഡയുണ്ടാകും. മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. യു വിൽ ഗെറ്റ് ദ ക്രൗൺ ഓഫ് ലൈഫ്. ജീവന്റെ കിരീടം നിങ്ങൾക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് അവരോട് പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഞാൻ പറയട്ടെ, ദൈവസഭയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം പീഡ അനുഭവിച്ച, ഇത്രത്തോളം കഷ്ടം അനുഭവിച്ച ഒരു സഭയും ലോക ചരിത്രത്തിലില്ല. സ്മർണ ചർച്ച് വാസ് ദ ഫസ്റ്റ് early church who had suffered very much in their life. അവരോടാണ് കർത്താവ് പറഞ്ഞത്, ബി ഫെയ്ത്ത്ഫുൾ until death. Be faithful until death. I shall reward you with a crown of life. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് 10 ദിവസം വീടുണ്ടാകും. നിങ്ങളിൽ പലരെ സാത്താൻ തടവിലാക്കാൻ പോകുക. അത് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നറിയേണ്ടതിന് സാത്താൻ നിങ്ങളുടെ ആൾക്കാരെ തടവിലാക്കും. 10 ദിവസക്കാലം നിങ്ങൾക്ക് വലിയ പീഡകൾ ഉണ്ടാകും. അല്പം കൂടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നീറോ ചക്രവർത്തിയുടെ കാലം മുതൽ AD 313 ഡയക്ലീഷ്യന്റെ കാലഘട്ടം വരെ, അതാ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തീയ സഭ രാജകീയ സഭയായി പ്രഖ്യാപിക്കുന്ന കാലഘട്ടം വരെ നീണ്ട 300ഓളം വർഷക്കാലം ദൈവസഭ 10 പീഡനങ്ങളിൽ കൂടെ കടന്നുപോയി. ആ 10 പീഡകളിൽ കൂടെ കടന്നുപോയ ദൈവസഭയാണ് സ്മർണ സഭ. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ബി ഫെയ്ത്ത്ഫുൾ until death. I shall reward you the crown of life. മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, ഞാൻ നിങ്ങൾക്ക് ജീവന്റെ കിരീടം തരും എന്നുവെച്ചാണ് പറഞ്ഞത്. എന്നാൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവരോടും പറയുന്നു, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. Those who are conquering, they will not hurt by second death. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഈ രണ്ടാം മരണം എന്താണെന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ അത് സംസാരിക്കുന്നില്ല, അതിനുള്ള സമയം ഇപ്പോഴില്ലാത്തതുകൊണ്ട് ഈ രണ്ടാം മരണം എന്താണെന്ന് ഇപ്പോൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയും പറയുകയാണ്, യു വിൽ ഹാവ് 10 days പെർസിക്യൂഷൻ. നിങ്ങൾക്ക് 10 ദിവസം പീഡയുണ്ടാകും. നിങ്ങളിൽ ചിലരെ സാത്താൻ തടവിലാക്കാൻ പോകുന്നു. അതിനു മുമ്പിൽ പറഞ്ഞു, there are some Jews, they are not Jews, but they claim that they are Jews. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, they are coming from the synagogue of Satan. The synagogue of Satan. സാത്താന്റെ പള്ളിക്കാരെന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സിനഗോഗ് ഓഫ് സൈറ്റാൻ, സാത്താന്റെ സിനഗോഗിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ യഹൂദരാണെന്നും പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണം ഫോളോ അപ്പ് ചെയ്യുവാൻ ദൈവസഭയെ ഉപദേശിക്കുന്ന ഒരു കൂട്ടം ജനം. അത് കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്, ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളിൽ ചിലരെ
സാത്താൻ തടവിലാക്കും. എന്നുവെച്ച് പറഞ്ഞു, യു വിൽ ഹാവ് 10 days പെർസിക്യൂഷൻ. നിങ്ങൾക്ക് 10 ദിവസം പീഡയുണ്ടാകും. അന്നേച്ച് അവരോട് പറയുകയാണ്, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, നിനക്കും ജീവകിരീടം ലഭിക്കും. അപ്പോ സ്മിർന സഭയോട് ദൈവത്തിന്റെ ആത്മാവ്, അതോ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് 10 ദിവസം വലിയ പീഡയുണ്ടാകും, 10 പീഡകൾ നിങ്ങൾ സഹിക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. നിങ്ങളുടെ വിശ്വാസം വിട്ടുകളയരുത്. വിശ്വാസത്തിന്റെ പരിശോധന വലിയേറിയതെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിൽക്കണമെന്ന് ദൈവസഭയെ ഉത്ബോധിപ്പിക്കുക. നാനാവിധ പരീക്ഷകളാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടേണ്ടി വന്നാലും മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ദൈവസഭയോട് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അവിടെ കർത്താവ് പറഞ്ഞത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, നിനക്ക് ജീവന്റെ കിരീടം ലഭിക്കും. ശ്രദ്ധിക്കണേ, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്, ഐ ഷാൽ റിവാർഡ് യു വിത്ത് ദ ക്രൗൺ ഓഫ് ലൈഫ്. കഷ്ടത അനുഭവിക്കുന്ന, പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന, വിശ്വാസത്തിനു വേണ്ടി നാനാവിധ പരീക്ഷകൾ അനുഭവിക്കുന്ന, നാനാവിധ ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവസഭയ്ക്ക് കിട്ടുന്ന പ്രതിഫലമാണ് മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ. മരണപര്യന്തം നീ വിശ്വസ്തനായിരുന്നാൽ നിനക്ക് കർത്താവ് പ്രതിഫലം തരുന്നത് എന്താണെന്നറിയാമോ? ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ നല്ല പോരാട്ടം പോരാടി വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് മാത്രമല്ല, എന്നോടുകൂടെ ക്രിസ്തുവിൽ പ്രിയം വെച്ച എല്ലാവർക്കും അത് ലഭിക്കും. അപ്പൊ ശ്രദ്ധിക്കണേ, പൗലോസ് അപ്പോസ്തലൻ തന്റെ മരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തീമോഥെയോസിന് ലേഖമെഴുതും അവരോട് പറയുക, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, I fought a good fight, I kept the faith, I know that I will get a crown of righteousness. നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ അറിയുന്നു. ശ്രദ്ധിക്കണേ, കഷ്ടതയിൽ കൂടെ കടന്നുപോയ, 10 പീഡകളിൽ കൂടെ കടന്നുപോയ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ ഡയക്ലീഷ്യൻ ചക്രവർത്തി 313 തന്റെ പീഡ അവസാനിപ്പിക്കുന്നത് വരെയുള്ള 10 പീഡകളിൽ കൂടെ കടന്നുപോയ ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയവരോട് പറയുന്നു, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്. അവരോട് പറയുക, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്. മരണപര്യന്തം, മരണം വരെ വിശ്വസ്തരായിരിക്കുക, നിങ്ങൾക്ക് ഞാൻ ജീവന്റെ കിരീടം തരും. സ്തോത്രം. അപ്പൊ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവസഭ പീഡനത്തിൽ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ കർത്താവായ യേശു മശിഹ നേരിട്ട് സ്മിർന സഭയോട് പറയുന്നു, യു വിൽ ഹാവ് 10 days persecution. You will have 10 days persecution. എന്നുവെച്ച് അവരോട് പറയുന്നു, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ ഡെത്ത്. മരണം വരെ വിശ്വസ്തനായിരിക്കുക. അവർക്കുള്ള റിവാർഡാണ് കർത്താവോട് പറയുന്നത്, ഐ ഷാൽ ഗിവ് യു ദ ക്രൗൺ ഓഫ് ലൈഫ്.
ജീവന്റെ കിരീടം നിങ്ങൾക്ക് ഞാൻ തരും. അത് കഴിഞ്ഞിട്ടാണ് താഴെ അവസാന വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നുവെച്ച് പറയുന്നു, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഒന്നാം മരണമുണ്ട്, രണ്ടാം മരണമുണ്ട്. ഈ ഒന്നാം മരണം മുതൽ രണ്ടാം മരണം വരെയുള്ള കാലഘട്ടം എന്താണെന്ന് ഇന്ന് പ്രസ്താവിക്കുവാൻ ഐ എം നോട്ട് ഹാവിംഗ് ടൈം. ഇറ്റ് വിൽ ടേക്ക് നിയർലി 2 or 3 classes. So when we come to the last chapters of Revelation, I shall teach you what is the second death. രണ്ടാം മരണം എന്താണ് എന്ന് അപ്പോ പഠിപ്പിച്ചിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് ഇന്നത്തെ എന്റെ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. കർത്താവായ യേശു മശിഹ ആദ്യനും അന്ത്യനും മരിച്ചവനായിരുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, എന്നേക്ക് ജീവിച്ചിരിക്കുന്നവൻ അരുളി ചെയ്യുന്ന അരുളപ്പാടുകൾ ദൈവസഭയോട് പറയുന്നു. ഐ നോ യുവർ സഫറിംഗ്, ഐ നോ യുവർ പോവർട്ടി, ബട്ട് യു ആർ റിച്ച് ഇൻ ദ സ്പിരിറ്റ്. I know your poverty, but you are rich in the spirit. നിങ്ങൾ ആത്മാവിൽ ധനികരാണ് എന്നാണ് കർത്താവ് പറയുന്നത്. I know your poverty and your suffering, but you are rich in the spirit. എന്നുവെച്ചാണ് അവരോട് പറഞ്ഞത്, you will have 10 days of persecution. 10 ദിവസം നിങ്ങൾക്ക് പീഡയുണ്ടാകും. 10 times of persecutions. In the early church, from 120 to 310, ഏതാണ്ട് 200 വർഷക്കാലം ദൈവസഭ ഭയങ്കരമായ 10 വീടുകളിൽ കൂടെ കടന്നുപോയി. ആ 10 വീടുകളിൽ കൂടെ കടന്നു പോകുവാൻ പോകുന്ന ദൈവസഭയോട് കർത്താവ് പറയുകയാണ്, യു വിൽ ഹാവ് 10 days ഓഫ് ഗ്രേറ്റ് പെർസിക്യൂഷൻ. നിങ്ങൾക്ക് 10 ദിവസം മഹാപീഡ ഉണ്ടാകും. ബട്ട് യു ഹാവ് ടു ഡു വൺ തിങ്. You have to do one thing. Be faithful until death. കർത്താവ് പറയുക, be faithful until your death. എന്നുവെച്ചാൽ അവരോട് പറഞ്ഞു, I shall give you the crown of life. ജീവന്റെ കിരീടം. കഷ്ടത അനുഭവിക്കുന്ന, കർത്താവിന് വേണ്ടി മരിക്കുന്ന വിശുദ്ധന്മാർക്കായി സമ്മാനിക്കുന്ന ജീവന്റെ കിരീടം. Those who are dying as martyrs in this world, യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്ന വിശുദ്ധന്മാർക്കായി ലഭിക്കുന്നതാണ് ജീവന്റെ കിരീടം. Praise the Lord. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടും. ഞാൻ നല്ല ബോധം വരുന്നു, വിശ്വാസം കാത്തു. എനിക്കറിയാം എനിക്ക് നീതിയുടെ കിരീടം ലഭിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോസ്തലൻ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അനവധി കഷ്ടം അനുഭവിച്ചു. സ്മർണ സഭ നീണ്ട 10 വീടുകളിൽ കൂടെ കടന്നു പോകുമ്പോഴും അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ യുവർ ഡെത്ത്. ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ യുവർ ഡെത്ത്. അവർക്കുള്ള റിവാർഡ് ഉടനെ കർത്താവോട് പറയുക, ഐ ഷാൽ റിവാർഡ് യു വിത്ത് എ ക്രൗൺ ഓഫ് ലൈഫ്. നീതിയുടെ കിരീടം നിങ്ങൾക്ക് ഞാൻ തരും. ജീവന്റെ കിരീടം നിങ്ങൾക്ക് ലഭിക്കും.
10 വലിയ പീഡകളിൽ കൂടെ കടന്നുപോയ സ്മിർന സഭയോട് കർത്താവിന്റെ ആത്മാവ് രേഖപ്പെടുത്തി പറയുക, ബി ഫെയ്ത്ത്ഫുൾ until your death, until your last birth, until your last breath. നിങ്ങളുടെ ജീവന്റെ ശ്വാസം പോകുന്നത് വരെ ക്രിസ്തുവിൽ വിശ്വസ്തനായിരിക്കുന്നവന് ലഭിക്കുന്നത് ജീവന്റെ കിരീടമാണ്. അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ബി ഫെയ്ത്ത്ഫുൾ അണ്ടിൽ യുവർ ലാസ്റ്റ് ബ്രീത്ത്. നിന്റെ ശ്വാസം പോകുന്നത് വരെ കർത്താവിന് വേണ്ടി നീ വിശ്വസ്തനായി നിന്നാൽ കർത്താവ് നമുക്ക് ജീവന്റെ കിരീടം നൽകുവാനിടയാകും. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വിശ്വാസം വച്ചിരിക്കുന്ന ഏവർക്കും അത് ലഭിക്കുമെന്ന് അപ്പോസ്തലൻ പൗലോസ് ഓർപ്പിച്ചു. ആകയാൽ പ്രിയ സഹോദരന്മാരെ, ഇന്ന് രാത്രിയുടെ വേളയിൽ ഞാനിവിടെ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. Let me conclude my words. Jesus Christ is speaking to the church of Smyrna and telling that you will have 10 great persecutions, but you have to do one thing. You be faithful until your death. Then I shall reward you with a crown of life. Jesus Christ is telling to the church of Smyrna that you will go through 10 great tribulations or 10 great persecutions, but you have to do one thing. Be faithful until your death, and I shall reward you with a crown of life. 10 വലിയ പീഡകളിൽ കൂടെ കടന്നു പോകുന്ന സ്മിർന സഭയോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, മരണപര്യന്തം, ജീവൻ പോകുന്നതുവരെയും വിശ്വസ്തരായിരിക്കുക, എന്നാൽ നിങ്ങൾക്ക് ജീവന്റെ കിരീടം ലഭിക്കും. എന്നുവെച്ചാണ് അവരോട് പറഞ്ഞത്, those who are conquering, they will not hurt by the second death. മലയാളത്തിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എല്ലാ ദൈവസഭയ്ക്കും ദൂതെഴുതി അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ്, ജയിക്കുന്നവന്, those who are conquering, those who are overcomers, they will not hurt by second death. ആകയാൽ എൻ്റെ പ്രിയ ദൈവമക്കളെ, എന്റെ കേൾവിക്കാരെ, ഇന്ന് രാത്രി ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് വരുന്നത് വരെ വിശ്വസ്തയോടെ ആയിരുന്നാൽ, വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് ജീവന്റെ കിരീടം പ്രാപിക്കാനിടയാകും. ആകയാൽ ആ ജീവന്റെ കിരീടം പ്രാപിപ്പാൻ നമുക്ക് ഒരുങ്ങി നിൽക്കാം, കർത്താവിന്റെ ഒരുവനായി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ പിതാവേ, ഇന്ന് രാത്രി ആ തിരുവചനം വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. Let Almighty God give them blessings so that they may stand firm until our death, so that we may receive the crown of life. ഞങ്ങളുടെ ജീവന്റെ അവസാന ശ്വാസം പോകുന്നത് വരെയും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ, ജീവകിരീടം പ്രാപിക്കത്തക്കവണ്ണം ഒരുങ്ങി നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. This is Pastor Sonny K. Thomas from Changanur signing off. This video will be
uploaded in YouTube also. You can watch my YouTube channel www.youtube at Sunny K. Thomas 5641. That Almighty God give you blessing. We will proceed on Wednesday with the message of Church at Pergamos. That Almighty give you blessing. Amen.